വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് ഒരു ക്രാഫ്റ്റ് വീഡിയോ ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ കുറേ നാളായി ഞാൻ വീഡിയോ ഒന്നും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി സോറി. ഞാൻ പുതിയ ബോട്ടിൽ വാങ്ങിച്ചേ. ഇങ്ങനെ മെഷറിങ് ബോട്ടിലാണ്. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ലോക്ക് ചെയ്ത് വയ്ക്കാൻ, അൺലോക്ക് ചെയ്ത് വയ്ക്കാൻ സീപ്പർ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം, വളരെ ഇഷ്ടം. ഇതൊക്കെയാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ ആ ക്രാഫ്റ്റ് വീഡിയോ അത് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ എന്താണ് കടൽ ക്ലൗഡ്, ഈ യൂട്യൂബ് ചാനൽ ഈ യൂട്യൂബറിന് സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല വീഡിയോസ് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോ കാണാം. അതാണ് ആ വീഡിയോ. ഇതാണ് വീഡിയോ. ഓക്കെ, ഇങ്ങനത്തെ എൻ്റെ ഒരു ഐഡിയ ആണ്. ഇങ്ങനത്തെ ഒരു പൗച്ച് ഉണ്ടാക്കുന്ന ഇവിടെ ഇങ്ങനത്തെ ഈസി ബ്ലോക്ക് ബാഗില്ല, അങ്ങനത്തെ പോലെ. പിന്നെ ഇവിടെ എന്താണ് റാപ്പിംഗ് പേപ്പർ ഒട്ടിക്കും. പിന്നെ ഭയങ്കര ക്യൂട്ടാണ് എൻ്റെ റിസൾട്ട്സിന്. ഓക്കെ, ബാക്കിങ് കൂടെ ചെയ്യണം, അതാണ് പറയുന്നത്. എൻ്റെ കയ്യിൽ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ വാഷിംഗ് ടേപ്പ് ഉണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര, അപ്പോൾ എന്ന് പറഞ്ഞു, അപ്പോൾ വിചാരിച്ചു എൻ്റെ കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഇത് ഉണ്ടാക്കാം വെച്ചിട്ടാണ് ഞാൻ ഈ പൗച്ചൊക്കെ ഉണ്ടാക്കുന്നത്. ഭയങ്കര ക്യൂട്ടാണ് എൻ്റെ റിസൾട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഇത് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു ഫാനല്ലോ. സോ നമുക്ക് ചെയ്താം. അപ്പോൾ വേണ്ട സാധനങ്ങൾ, ഞാൻ എടുത്ത സാധനങ്ങൾ: സീസേഴ്സ്, പേപ്പർ, പെയിന്റ്, ഗ്ലൂ, കളേഴ്സ്, ആർട്ട് ബ്ലോക്ക് ബാഗ്. നമുക്കിപ്പോൾ ഫീൽ ചെയ്തു. റാപ്പിംഗ് പേപ്പർ, വാഷിംഗ് ടേപ്പ്, കുറച്ചും കൂടെ ഉണ്ട് താരം. പിന്നെ ഇതിനകത്ത് ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ്, പെയിൻറ്റും പെയിൻറ്റ് ബ്രഷും. പിന്നെ ഇവിടെ ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടത് ഇന്നത്തെ ക്രാഫ്റ്റ്. അത് ഞാൻ ഈ സൈഡിൽ വെക്കാൻ പറ്റും. ഇത് ഈ വീഡിയോയിൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിത് കട്ട് ചെയ്യുക. അപ്പം ആദ്യം ഈ സാധനം കട്ട് ചെയ്യണം. ഇതായി ഇവിടെ കിടക്കുന്നത്. ഭഗവാൻ, ഇത് കുറേ സമയം എടുക്കുമല്ലോ. ഇത് ഞാൻ എന്താണ്, അച്ഛനും അമ്മയ്ക്ക് ഈ ഡ്രൈഡ് ഗ്രേപ്സ് ഇഷ്ടമാണ്. അപ്പം അതിൻ്റെ പാക്കേജ് കവർ ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യം ഈ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചു എനിക്ക് ഭയങ്കര പ്രത്യേകമാണെങ്കിൽ എനിക്കൊരാഗ്രഹം കൊണ്ട് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഗായ്സിൻ്റെ കൂടെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തു. അപ്പോൾ ഇതിനി പകുതിയായിട്ട് മുറിക്കാം. ഇവിടെ ഞാൻ പകുതി ലൈന് ഞാൻ ഉണ്ടാക്കി. ഞാനത് മുറിക്കാൻ പോവുകയാണ്. കുറച്ച് മുറിക്കാൻ പാടാണല്ലോ.
ഇതിനകത്ത് ബാക്കിൽ എഴുതിയിട്ടുണ്ട്. എൻജോയ് ദ ഗുഡ്നെസ് ഓഫ് ഗ്രേപ്സ് എനി ടൈം യു വാണ്ട് വിത്ത് ദീസ് റേസൺസ് carefully selected for you. Raisins is the one of the best snacks options. The go when hunger strikes. Made with excellent quality grapes. You can also use them in your favorite desserts or any dish to enhance its taste. Voilà. ഇത് വായിച്ചു കഴിഞ്ഞിട്ട് പകുതിയായിട്ട് ഇനി മുറിക്കണം. മുറിക്കാൻ കുറച്ച് പാടാനേ മുറിക്കാൻ കുറച്ച് പാടാനേ അതാ മുറിച്ചു. മുറിച്ചേ. ഇനി ഇത് ഗ്ലൂ വെച്ചിട്ടൊട്ടിക്കണം. ഗ്ലൂ ആ വീഡിയോയിൽ ടേപ്പാണ് കാണിച്ചത്, പക്ഷെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ടേപ്പില്ല. അപ്പോൾ ഗ്ലൂ യൂസ് ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ടേപ്പാണ്. അപ്പോൾ നിങ്ങൾ ടേപ്പ് യൂസ് ചെയ്യണം. ടേപ്പില്ലെങ്കിൽ ഗ്ലൂ ചെയ്യാം. എൻ്റെ കയ്യിൽ 2 ഇങ്ങനത്തെ പാക്കറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് വർക്ക് ആവില്ലെങ്കിൽ ഞാൻ മറ്റേ ചെയ്ത് നോക്കാം. ഗ്ലൂ വരുന്നില്ലല്ലോ. ഇതിൻ്റെ ബാക്കിൽ ഒരു കോമ്പസ് ഉണ്ടായിരുന്നു. കോമ്പസ് അല്ല, ജോമെട്രി ബോക്സ്. ബിക്കോസ് എൻ്റെ മാത്സ് ടീച്ചർ പറഞ്ഞു ഇപ്പോൾ ഞങ്ങൾ ജോമെട്രി പഠിക്കുന്നതാണ് ജോമെട്രി ബോക്സ് ആണ്. സൈഡ് വയ്ക്കാം. ക്യാമറയും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ 18 സബ്സ്ക്രൈബേഴ്സ്. ഐ ആം സോ ഹാപ്പി. എൻ്റെ ഒരു ഗോൾ എന്ന് വെച്ചാൽ 100 സബ്സ്ക്രൈബേഴ്സ് ആക്കാനാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും കൂട്ടുകാരോടും പറയുക സബ്സ്ക്രൈബ് ചെയ്യാൻ. അപ്പോൾ ദാറ്റ് വുഡ് മീൻ സോ മച്ച് ടു മീ. ആൻഡ് നിങ്ങൾക്ക് അതെനിക്ക് വേണ്ടി സാധിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിത് ഒട്ടിച്ചു. ഇത് കുറച്ച് ഡ്രൈ ആകാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ എങ്ങനെ റാപ്പ് ചെയ്യും? ഇത് ഡ്രൈ എൻ്റെ കയ്യിൽ റാപ്പിംഗ് പേപ്പറുണ്ട്. പകുതി മതി. ഇത്ര. ഇപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ചെറിയ പേപ്പർ യൂസ് ചെയ്യാം. ചെറിയ പേപ്പറാണല്ലോ, അത് വലിയതാണല്ലോ. അത് രണ്ടും സെയിം ആണല്ലോ. ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു അറ്റ എടുക്കാം. അപ്പോൾ ഇതൊന്നും ചീത്തയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഈ ആദ്യത്തെ ഈ ഭാഗമൊന്നും വേണ്ട. മതിയോ? അപ്പോൾ എനിക്കൊരു ഹെൽപ്പ് വേണം, ഒരു അഡൾട്ടിൻ്റെ ഹെൽപ്പ് വേണം. ഞാൻ എങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒന്നാമത് എൻ്റെ സിസേഴ്സ് ഉപയോഗിക്കുന്നത് അധികം പെർഫെക്റ്റ് അല്ല. എന്നാലും പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുമോയെന്നറിയില്ല. ചിലപ്പോൾ ആരുടെ ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ നമുക്ക് പേപ്പർ വെച്ചിട്ട് ചെയ്ത് നോക്കാം. പേപ്പർ വെച്ചിട്ട് അങ്ങനെ നോക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് വേണം. ഓക്കെ,
കുറച്ച് ഇത്രയും ബിഗാണ്. അത് നമ്മളിവിടെ ഇങ്ങനെ വെക്കേണ്ടി വരും. മണിയല്ലേ കേൾക്കുന്നത്? എൻ്റെ അമ്മമായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ദീപാരാധനയാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ മുറിക്കലത് എൻ്റെ മുറിക്കലത് നല്ല ഹെൽപ്പ്. ശരിയായില്ലല്ലോ. ഞാൻ എങ്ങനെ ചെയ്യും? ഷോ പൊട്ടിയില്ലേ? പൊട്ടാൻ വേണ്ടിയൊരു ടേപ്പ് ഉണ്ടല്ലോ അല്ലേ? നിങ്ങൾ ഇത് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെ ഹെൽപ്പ് വേണം. ബിക്കോസ് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നോക്കണേ, ബാക്ക് നോക്കണേ. ഞാനിങ്ങനെ ഓപ്പൺ ചെയ്യാറുള്ളൂ. അപ്പം എൻ്റെ രീതിയിൽ പൊട്ടണം. കുട്ടിയോടെയാണ് ഞാനിങ്ങനെ കുട്ടും. കുഴപ്പമില്ല, നല്ലതായിട്ട് ഒട്ടി പിടിക്കുന്നുണ്ട്. ഒട്ടി പിടിക്കുന്നില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഒരു പാരൻസിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. എൻ്റെ അമ്മേനെ ഒന്ന് പൊളിച്ചിട്ടതാണ്. അപ്പോൾ ഗായ്സ്, എൻ്റെ അമ്മ വന്നു. എൻ്റെ അമ്മ എനിക്ക് ചെയ്തു തന്നു. അമ്മയ്ക്ക് ക്യാമറ ഷൈ ഉണ്ട്, ഞാൻ അമ്മേനെ കാണിച്ചില്ല. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇത് പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ ഒട്ടിക്കാൻ പോവാണ്. നല്ലതായിട്ട് ഒട്ടുവാന്ന് അറിയില്ല. ഇത് നോക്കാം എവിടെ വെച്ചിട്ടാണ് എൻ്റെ നോക്കട്ടെ. ഡാർക്കർ പെണ്ണ ഇതാണ്. അതാ ഞാൻ ബാക്കിലാവുണ്ട്. അപ്പോൾ അതാ ഞാനിങ്ങനെ ഇത് ഒട്ടിക്കാൻ പോവാണ്. അപ്പോൾ അത് എനിക്ക് ഗ്ലൂ വേണം. അപ്പോൾ ഗ്ലൂ ഇതാ കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ ഗ്ലൂ സ്പ്രെഡർ കൊണ്ടുവരാം.
the glue spreading brush. അപ്പോൾ അതാ ഞാൻ ഇവിടെ ഗ്ലൂ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് നമ്മുടെ ആദ്യത്തെ. അപ്പോൾ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. സോ ഗൈസ്, ഞാൻ ഇത് രണ്ടും കവർ ചെയ്തു, രണ്ട് സൈഡും. ഇനി ഞാൻ എൻ്റെ വാഷിംഗ് ടേപ്പ് വെച്ചിട്ട് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. തുടങ്ങുന്ന എവിടെയാണ്? കിട്ടി. തുടങ്ങുന്ന ഭാഗം എവിടെയാണെന്ന് കിട്ടിയല്ലോ ഗൈസ്. അതായത് ഇങ്ങനെ റാപ്പ് ചെയ്യുവാണ് രണ്ട് സൈഡ്. എന്തായാലും കുറച്ചേ ഉള്ളൂ. ഈ വാഷിംഗ് ടേപ്പായ കുറച്ചേ ഉള്ളൂ. എന്നിട്ടും ഇങ്ങനെ ചെയ്ത വൃത്തികേടാവില്ല, അത് വിചാരിച്ചു. അതായത് വാഷിംഗ് ടേപ്പ് ഇതായത് ബ്ലൂ കളറാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഇത് സിസ്റ്റേഴ്സ് താഴെ അടിക്കണം. ഈ സൈഡ് ഞാൻ ചെയ്ത് തീർത്തിട്ട് വേണം ആ സൈഡിൽ പോകാനുള്ളതാണ്. നല്ലതെന്ന് തോന്നുന്നുണ്ട്. ഈ സൈഡ് ഞാൻ മൊത്തം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഈ സൈഡ് വേണം. ഇതെവിടെയാണ്? എന്താ എടുത്തു സമാധാനം. ഞാനില്ലേ ഇത് റാപ്പിംഗ് പേപ്പർ ഒട്ടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇല്ലേ ഇവിടെ സൈഡൊക്കെ ഞാൻ കവർ ചെയ്യാൻ നോക്കി, ബിക്കോസ് അത് ഇപ്പോൾ നീറ്റാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചപ്പോഴാണ്, അപ്പോൾ നമ്മൾ സൈഡിലല്ലേ ഇതൊക്കെ ഒട്ടിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തിനാണ് ഈ സൈഡിലൊക്കെ പെർഫെക്റ്റ്ലി ആവാൻ വേണ്ടി ഇത് ചെയ്തത്, ഈ മോർ റാപ്പിംഗ് പേപ്പറൊക്കെ ഒട്ടിച്ചതെന്ന്.
ഞാനിപ്പോഴും ഓർക്കുന്നത്. ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റിക്കേഴ്സ് ധാരാളമുണ്ട്. ധാരാളം എന്ന് വെച്ചാൽ വളരെ കഴിഞ്ഞു. ഈ ലാസ്റ്റത്തെ ഭാഗം നമുക്ക് വേറെ ചെയ്യാം. ബ്ലൂ വെച്ചിട്ട് ഇവിടെ ലാസ്റ്റ് ഭാഗം മാത്രം സിൽവർ ചെയ്യാം. ഇനി ഇതാ ഞാൻ ഫിനിഷിങ് ടച്ചസ് ഒക്കെ ഇടുവാണ്. ഈ ബാക്കി എന്ന് വെച്ചാൽ ഇവിടെ പുറത്തേക്ക് എക്സസ് ആയിട്ട് വന്ന ടേപ്പൊക്കെ ഞാൻ മുറിച്ച് കളയുവാണ്. എക്സസൈസ് അല്ലേ, ഈ ബാക്കി വന്ന ടേപ്പ് എന്തായാലും മുറിച്ച് കളയണം. ബിക്കോസ് അല്ലെങ്കിൽ വൃത്തി ഉണ്ടാവില്ല. ഫൈനൽ റിസൾട്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ആദ്യം ഇതിനകത്ത് മൊത്തം സ്റ്റിക്കേഴ്സാണ്. അപ്പോൾ ഇതിനകത്തുള്ള 3 സ്റ്റിക്കേഴ്സ് നമുക്ക് ആദ്യം എടുക്കാം. അപ്പോൾ നമുക്ക് 6 എടുക്കാം. 3 ഈച്ച് സൈഡ്. അപ്പോൾ ഇതാണ് ഫെയർ. അപ്പോൾ അതാ ഒരെണ്ണത്തിൽ 3 2 എടുത്തു. ഈ സാധനം ഇത് 2 എടുക്കാം. ആദ്യത്തെ ഷീറ്റ്. എന്താണ് കീറ എടുക്കേണ്ടി വരുമോ അറിയില്ല. കീറ എടുത്തോ. ഈ 3 നമുക്ക് സൈഡിൽ ഒട്ടിക്കാം. അതാണ് നല്ലത്. പക്ഷെ രണ്ടാമത്തെ വരുന്നില്ലല്ലോ. വരാത്ത വെച്ചിട്ടാണ് ഞാൻ എടുത്തത്. രണ്ടാമത് വരുന്നില്ല, ഞാൻ കുഴപ്പമില്ല. മൂന്നാമത്തെ വരുമോ? അത് ഒന്നും വന്നില്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ എടുത്ത പാക്ക് അത് ഒരു ഇതാണ്. എന്താണ് ഹെൽപ്പിംഗ് പാക്ക് എന്ന് വെച്ചാൽ. അപ്പോൾ ഒരെണ്ണം വന്നില്ലെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും വേറെ ഒരെണ്ണത്തിന് വേണ്ടി. എന്താ ആ 2 എണ്ണം ഒത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ പാക്ക് പൊട്ടിക്കാം. ഇതാ വരണം ഫൈനലി. അതിനകത്താകെ 2 എണ്ണമല്ലോ. എമർജൻസി വരുവാണെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ എടുക്കാൻ പറ്റും കേട്ടോ. ആദ്യത്തെ ഇത് കംപ്ലീറ്റ് ആയി. നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. അതിനല്ലല്ലോ അതിനകത്ത് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. കണ്ടില്ലല്ലോ. ഞാൻ ഇനി ഇവിടെ ഉണ്ടാക്കുവാണ്. ഇതാണ് ഈ സ്റ്റിക്കർ. ഇത് ഒരു സ്ലൈഡാണ്. ഇവിടെ ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് ഒട്ടിക്കാനുള്ളത്. ഇത് വേണോ?
വേണോ വേണ്ടല്ലോ, ചെറിയ ചെറിയ സ്റ്റിക്കേഴ്സ് അല്ലേ വേണ്ട. ഇത് ഇറ്റ്സ് നോട്ട് ദാറ്റ് സൂട്ടബിൾ. ഈ രണ്ടും കുഴപ്പമില്ല. ഇനി ഇത് ഇതാണ് നമ്മുടെ സൈഡിലത്തെ സ്റ്റിക്കർ ഒട്ടിക്ക്. ആദ്യത്തെ 4 സൈഡ് നമ്മുടെ ആദ്യത്തെ സൈഡ്, ഇത് രണ്ടാമത്തെ സൈഡ്. ഇനി നമുക്ക് ഇതാണ് വേണ്ട, വലിയ സ്റ്റിക്കേഴ്സ്. ചെറിയ സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് മതിയായി. ഈ വലിയ സ്റ്റിക്കേഴ്സ് ഞാൻ ആദ്യം ഇതിനകത്ത് നോക്കാറുണ്ട്. വേണോ വേണ്ട, ഇപ്പം വേണ്ട. ഞാൻ ഏത് എടുക്കും? നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ബിലോയിൽ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പിങ്കിങ് ചെയ്തു. ഞാൻ ഈ ഷീറ്റ് വെച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ദാഹിക്കുന്നു ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിരുന്നു. ഓക്കെ, ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണ് ഈ ലാസ്റ്റത്തെ പെണ്ണാണ്. അപ്പോൾ ഞാൻ ഈ പെണ്ണിൻ്റെ സ്റ്റിക്കറാണ് ഉണ്ടാകുന്നത്. ഇതും പിന്നെ അതാ ഈ സ്റ്റിക്കർ. പിന്നെ ധാരണവും കൂടെ കിട്ടില്ല ഈ ചെറിയ തുണിയിൽ. പക്ഷെ അതെങ്ങനെ എടുക്കും? ഇതാണ് ആദ്യത്തേത്. ഞാൻ കുറച്ചും കൂടെ സ്റ്റിക്കേഴ്സ് ഉണ്ടെങ്കിലാണ് ഇടാം. പിന്നെ ഇനി നമുക്ക് ഈ ചെറിയ ബോക്സിൽ നിന്ന് ഏതെങ്കിലും ഒരു 4 സ്റ്റിക്കർ എല്ലാം ഒരെണ്ണം തന്നെ ആവണ്ടല്ലോ. എനിക്ക് ഈ പാക്കറ്റ് ഇഷ്ടപ്പെട്ടു, അപ്പം ഞാനിത് ഇടാൻ പോവാണ്. ഞാൻ കുറേ നാളായിട്ട് അമ്മയോട് പറയാണ് കേട്ടോ, അമ്മ എനിക്ക് കുറേ നാളായി എൻ്റെ പൗത്തി ഞാൻ കുറേ നാളായി ഉപയോഗിച്ചിട്ട് അമ്മ എനിക്ക് വേറെ പറ്റുമോ. അപ്പോൾ ഞാൻ ഫൈനലി കുറേ നാളായിട്ട് എനിക്ക് വേറെ പൗച്ച് ഉണ്ടാക്കി. അപ്പം ഞാൻ ഇതിനകത്തുള്ള കുറച്ച് സ്റ്റിക്കർ ഇടാൻ പോവാണ്. ഒരു ഫ്ലവർ വേണം ഇനി. ഒരു ഫ്ലവർ ഫെല്ലോ പുഷ്പ. നമുക്കൊരു പുഷ്പേനാണ് വേണ്ടത്. അതാ ഇടാമല്ലോ, നല്ല രസമാണ്. എനിക്ക് ഫ്ലവർ വേണമെന്ന് പറഞ്ഞിട്ട് ഇത് കുഴപ്പമില്ല. ഞാൻ നേരത്തെ എങ്ങനെയാണ്
ഒന്നൊന്ന് ഇവിടെ പിന്നെ ഒരു ചെറിയ ആനിമൽ കുഴപ്പമില്ല. ഇത് പലതൊക്കെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം കാണുന്നത്. ഇത് വേണ്ട, നല്ല ആനിമൽ ഉണ്ടാകും, പക്ഷേ ചിക്കനൊക്കെ ഇട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുമായിരുന്നു, അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചു. വേണ്ട, വേണ്ട, ഈ പൂച്ച കുടി വേണം വേണ്ട. ആദ്യം വേണം കണ്ടു, പക്ഷെ അത് ഇതിനകത്ത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ വിചാരിച്ച് വേണ്ട, എനിക്ക് സേവ് ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് ഇത് കിട്ടി. അപ്പം അതാ ഞാൻ ഫൈനൽ റിസൾട്ട് കാണിച്ചു തരാം. എന്നിട്ടൊന്നും എല്ലാം അടുക്കി വെക്കട്ടെ. അപ്പോൾ അച്ഛടാ, ഇതാണ് എൻ്റെ ഫൈനൽ റിസൾട്ട്. നല്ല രസമാണ്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ 31 മിനിറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കാണാം, ബൈ.